എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇത് മോള് സ്കൂളിലൊക്കെ പോയി രാവിലത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു. മോൻ കഴിച്ചിട്ടില്ല. ഞങ്ങൾ രണ്ടാളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യണത്. അപ്പം മോൻ രാവിലെ തന്നെ പോയി ചിക്കൻ വാങ്ങി വന്നിരിക്കുകയാണ്. മഴ ഇടയ്ക്ക് നല്ല മഴ പെയ്യും, ഇടയ്ക്ക് വെയിൽ വരും, പിന്നെ ചാറ്റൽ മഴ, അങ്ങനെയാണ് ഇന്നത്തെ ഒരു ദിവസം. അപ്പോൾ ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തുണികളൊക്കെ കഴുകി ഇനി കുളിക്കട്ടെ എന്ന് വിചാരിച്ചപ്പോഴേക്കാണ് മോൻ ചിക്കനായിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം കുളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്യാനും കുറച്ച് കറി വയ്ക്കാനും എടുത്ത് അതൊക്കെ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം ആവാം ഇനി കുളി എന്ന് വിചാരിച്ചു. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തോന്നി ഇനി അടിക്കലും തുടയ്ക്കലും കഴിഞ്ഞിട്ട് മതിയെന്ന്. അങ്ങനെ അതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുളിച്ചത്. രാവിലെ എണീറ്റ പാടെ ഒരു പ്രാവശ്യം സിറ്റ് ഔട്ടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. എന്താ വെച്ചാൽ നായ്ക്കൾ രാത്രി അവിടെ ഉണ്ടാവും. കസേര വെക്കാറുണ്ട്, പക്ഷെ അതിൻ്റെ മുകളിൽ കൂടി അവരെടുത്ത് ചാടും. അപ്പോൾ കസേര വെച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. പകലാണെങ്കിലും ഞാൻ കിച്ചണിലും ഏട്ടൻ റൂമിലും മോള് സ്കൂളിലേക്കും പോയി വാതിലടച്ചിട്ടുകൊണ്ട് ഉള്ളിലേക്ക് കയറുന്നില്ല എന്ന് മാത്രം. സിറ്റ് ഔട്ടിൽ തന്നെയാണ് പിന്നെ അവർ. അപ്പോൾ ഒരു ദിവസം ഒരുപാട് വട്ടം ഈ സിറ്റ് ഔട്ട് വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പണി. എപ്പോഴും ഗേറ്റും അടച്ചിടും. സിറ്റ് ഔട്ടിൽ ഇപ്പോൾ ഫുൾ ടൈം കസേര ഇങ്ങനെ വെച്ചുകൊണ്ടേ ഇരിക്കും. ഇല്ലെങ്കിൽ അത് വൃത്തിയാക്കാനേ സമയം ഉണ്ടാവുള്ളൂ കേട്ടോ. 2 കുട്ടികളുണ്ട്. അവർ കസേരയുടെ ഇടയിൽ കൂടെ ഒക്കെ വന്നിട്ട് സിറ്റ് ഔട്ടിൽ കിടക്കും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കസേര വെച്ച് വാതിലും അടച്ചിടുക ചെയ്യാറും. അപ്പോൾ അങ്ങനെ എൻ്റെ ചിക്കൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. അത് ഒന്ന് മാരിനേറ്റ് ചെയ്തു. അതങ്ങോട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ ഞാൻ നേരെ ഒന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നിന്നു. ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ ശേഷം കുളിച്ച് വരാം എന്ന് കരുതി. ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, അതിന് പിന്നാലെ മറ്റൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ഉച്ച വരെ ബിസി തന്നെയാണ്. അപ്പോൾ ഞാനും എൻ്റെ ജോലികൾ പെട്ടെന്ന് തീർക്കുകയാണ്. പിന്നെ ഇത് ഞാനിപ്പോൾ പുതിയതായി കണ്ടുപിടിച്ച മൂപ്പാണ്. ആദ്യം ഞാൻ ഇതിലത്തെ വെള്ളം ഉപയോഗിച്ച് അത് നാശമായപ്പോൾ അത് ഞാൻ ബ്ലാക്ക് എടുത്തു. അതും നാശമായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഇനി രണ്ടും കൂടി ഒരു വട്ടം കൂടി ഉപയോഗിച്ചിട്ട് കളയാമെന്ന്. ഒരു തുണി മാത്രം ഉപയോഗിച്ച് തുടയ്ക്കാൻ കഴിയില്ല. എന്താ വെച്ചാൽ അതിന് കട്ടിയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടി ഇട്ട് തുടയ്ക്കുമ്പോൾ നല്ല കട്ടിയിൽ കിട്ടുന്നുമുണ്ട്. അപ്പോൾ ഇതൊരു വട്ടം കൂടി ഉപയോഗിക്കുക എന്ന് വിചാരിച്ചിട്ട് ഒരു വട്ടം കൂടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കളയാം കേട്ടോ. ഇതുവരെ ഞാനിങ്ങനെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ചെയ്തത്. ഇതുവരെ ഒരു തുണി നാശമായി അത് കളയുകയായിരുന്നു പതിവ്. ഇപ്പം എന്തോ അങ്ങനെ ചെയ്യാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു വട്ടം കൂടി ഉപയോഗിക്കുകയാണ്. അതാണ് ഈ 2 കളറായി മൂപ്പ്. അങ്ങനെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ കുളിക്കാനായിട്ട് പോയി. ഇപ്പോൾ പിന്നെ തുണികളെല്ലാം മുകളിലാണ്. അപ്പോൾ അവിടെ പോയി തുണികളൊക്കെ എടുത്ത് വന്ന് കുളി കാര്യങ്ങളൊക്കെയാണ്. മുന്നേ മുകളിലേക്ക് കയറണ പരിപാടി തന്നെ ഉണ്ടായിരുന്നില്ല. മഴക്കാലത്ത് പിന്നെ അധികം തുണി എടുക്കാൻ വേണ്ടി അങ്ങോട്ട് കയറി ചെല്ലാറുണ്ട്. നല്ലൊരു വെയിൽ കിട്ടിയാൽ മാത്രമേ കേട്ടോ ഞാൻ ഈ തുണികളൊക്കെ മടക്കി കബാഡിലേക്ക് വെക്കാറുള്ളൂ. ഇല്ലെങ്കിൽ ഇതൊന്ന് ഉണങ്ങിയത് ഏതാണെന്ന് നോക്കി അതന്നെ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക ചെയ്യാറും. ഈ തുണികൾ നല്ലൊരു വെയിലില്ലാതെ മടക്കി വെച്ചാൽ പിന്നീട് എടുക്കുമ്പോൾ ഒരു സ്മെല്ല് തോന്നാറുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാനാണ് നല്ല വെയിൽ കിട്ടുന്നവരെ തുണികൾ അങ്ങനെ വയ്ക്കും. പിന്നെ അത് മടക്കി വെച്ചിട്ട് പിന്നെ വേറെ തുണി എടുക്കുക, അങ്ങനെയാണ് കേട്ടോ മഴക്കാലം കഴിയുന്നവരെ ഉള്ള പരിപാടി. അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. കുളി കഴിഞ്ഞ് വന്നിട്ട് വേണം ഇനി ചിക്കൻ്റെ പരിപാടി. ചിക്കനും മത്സ്യമൊക്കെ ആണെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ല, പെട്ടെന്ന് തന്നെ അങ്ങനെ ആവും. അപ്പോൾ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ച കാരണം വന്ന ഉടനെ ഫ്രൈ ചെയ്യാനുള്ളത് ഇട്ടു. ഞാൻ എണ്ണയിൽ തന്നെ കറിയും വെക്കാമെന്നാണ് വിചാരിക്കുന്നത്.
അങ്ങനെ ഫ്രൈ ചെയ്യൽ 2 ബാച്ചാക്കി അതും ഫ്രൈ ചെയ്തു. മോൻ ഈ സമയത്ത് വന്നിട്ടില്ല, അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുമില്ല. ഇനി അവൻ വന്നിട്ട് അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വേണം. അവനിന്ന് 1-2 കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അതിന് പോവാനുണ്ട്. അപ്പോൾ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം പോവാൻ. അപ്പോഴേക്കും അവനെത്തി, അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു. മോളെ പോലെ തന്നെ ടിവിയുടെ ചുവട്ടിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കുള്ളൂ. ആ സമയത്തേക്കും എൻ്റെ ചിക്കൻ ഫ്രൈ കഴിഞ്ഞ് ചിക്കൻ കറിയായി. അപ്പോൾ ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അത്രയും നിന്ന സമയം വൈകും. ആധാർ കാർഡൊന്ന് ശരിയാക്കാനുണ്ട്, ബാങ്കിലൊന്ന് പോകാനുണ്ട്, പിന്നെ എൻ്റെ വീട്ടിലും ഒന്ന് പോകാനുണ്ട്. എൻ്റെ വീട് പട്ടാമ്പിയാണ്. അവിടെ ഇപ്പോൾ ചെന്ന അമ്മേനെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എൻ്റെ ആങ്ങളെയും അവരുടെ ഫാമിലിയും കുട്ടികളും ഒക്കെ, കുട്ടികൾ സ്കൂളിലേക്കും ഭാര്യയും അവനും ജോലിക്കും പോയിട്ടുണ്ടാവും. അപ്പോൾ അമ്മമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും അമ്മമ്മേനെ ഒന്ന് കണ്ടിട്ട് വരാം. ബാക്കിയുള്ളവരൊക്കെ പിന്നെ ഞായറാഴ്ച പോയി കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പിന്നെയും കാണാമെന്ന് പറഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം അവൻ അതിന് പോവാൻ റെഡിയാവുകയാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഇനി ലഞ്ച് കഴിക്കാൻ ഞാനും ഏട്ടനും മാത്രം തന്നെ ഉണ്ടാവുള്ളൂ എന്നാണ് വിചാരിക്കുന്നത്. അതിന് മുന്നേ അവൻ പോയി വരാൻ സാധ്യതയില്ല. അപ്പോൾ ഞങ്ങൾ 2 മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം മഴയൊന്നുമില്ല, ഒന്ന് വെയിലൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി വെക്കണതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല, എല്ലാവർക്കും അറിയണ കാര്യങ്ങളാണ്. ഞാൻ ഒരു ചെറിയ ഉരുളൻകിഴങ്ങ് അതിലിടാറുണ്ട് കേട്ടോ. ചിക്കനിലുള്ള ഉരുളൻകിഴങ്ങ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ മസാലയൊക്കെ പിടിച്ച ഒരു പ്രത്യേക രുചി ഉണ്ടല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ എപ്പോൾ ചിക്കൻ കറി വെക്കുന്നുണ്ടെങ്കിലും ഒരു ചെറിയൊരു ഉരുളൻകിഴങ്ങും കൂടി അതിൽ കട്ട് ചെയ്തിടാറുണ്ട്. പിന്നെ ഈ ചീനച്ചട്ടിയിൽ ഇനി ശരിയാവില്ല എന്ന് കണ്ട് ഞാൻ വേറെ വലിയൊരു ചീനച്ചട്ടിയും കൂടി എടുത്ത് അതിലേക്ക് ചിക്കനൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. പിന്നെ ചിക്കൻ ഇവിടെ കുറച്ച് വെള്ളത്തോടെ വെക്കണം. എനിക്ക് ചിക്കൻ കട്ടിയിൽ വെക്കുന്നത് ഇഷ്ടം, പക്ഷേ ബാക്കി എല്ലാവരും വെള്ളത്തിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അത് വലിയ ഒരു ചീനച്ചട്ടിയിലേക്ക് തന്നെ മാറ്റണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മോനെ യാത്രയാക്കുകയാണ്. റെയിൻകോട്ട്, മഴ എപ്പോഴാണെന്ന് അറിയില്ലല്ലോ, റെയിൻകോട്ടും ഹെൽമറ്റും മാസ്കും ഒക്കെ എടുത്ത് അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ചു വരുള്ളൂ. ഇപ്പം അച്ഛന് ഓരോ ദിവസം ചെല്ലും തോറും ബെറ്ററാണ്. ഇനി ഡോക്ടർ എന്താ പറയുക എന്നറിയില്ല. സുഖമായിട്ട് വരുന്നുണ്ട് കാര്യങ്ങളൊക്കെ. അപ്പം അവനെ യാത്രയാക്കിയിട്ട് വേണം എൻ്റെ ബാക്കി ചിക്കൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ. ഗേറ്റ് അടയ്ക്കലും ഉമ്മറത്ത് കസേര വയ്ക്കലും അത് എൻ്റെ ഡ്യൂട്ടി തന്നെയാണ്. അത് ഞാൻ ആര് പുറത്തിറങ്ങുമ്പോഴും മറക്കാതെ ചെയ്യുമില്ലെങ്കിൽ പിന്നെ പണി എനിക്ക് തന്നെ കിട്ടും. അതുകൊണ്ട് ഞാൻ കാത്തു നിന്ന് ഗേറ്റൊക്കെ അടച്ച് കസേരയൊക്കെ വെച്ചിട്ടാണ് പിന്നെ കിച്ചണിലേക്ക് പോകുള്ളൂ കേട്ടോ. ഇനി കറി ആവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബാക്കി രാവിലെ മുതൽ ഉച്ചവരെയുള്ള ജോലികളൊക്കെ തീർന്നിട്ടുണ്ട്. പിന്നെ മോള് സ്കൂളിലേക്ക് ചോറും ഉപ്പേരി മാത്രമേ കൊണ്ടുള്ളൂ. കറി വയ്ക്കുക എന്നുള്ളത് എപ്പോഴും ഞാൻ എല്ലാം ഒഴിഞ്ഞ് സാവധാനത്തിൽ മാത്രമേ ചെയ്യാറുള്ളൂ. ഉച്ചയാകുമ്പോഴേക്കും കറി മാത്രം വെച്ചാൽ മതി. പിന്നെ അതുകൊണ്ട് അത് തിരക്കില്ല. പിന്നെ മീനോ ചിക്കനോ ഒക്കെ ആകുമ്പോൾ പിന്നെ കുറച്ചും കൂടി എളുപ്പമാണല്ലോ, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കഴിയും. ഈ മഴയാവുകൊണ്ട് മാത്രമാണ് ബുദ്ധിമുട്ട്. തുണികൾ ആദ്യം മുകളിലേക്ക് കയറാനൊന്ന് മടിച്ചിട്ട് ഞാൻ താഴത്ത് ഇടും. പിന്നെ മഴ പെയ്യുമ്പോൾ അതെടുത്ത് മുകളിൽ കൊണ്ടുപോയിടും. ഈ മഴക്കാലത്ത് മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. പിന്നെ ഇവിടെ എന്തൊക്കെ കറി ഉണ്ടെങ്കിലും ചൊടിക്ക് ഒരു പുളിഞ്ഞട സമ്മന്തി അരയ്ക്കണം, ഇല്ലെങ്കിൽ അച്ചാർ ഇരിപ്പുണ്ട്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കുറച്ചായിട്ട് പുളിഞ്ഞ സമ്മന്തിയിൽ പിടിച്ചെണ്ണു. അപ്പോൾ അതും കൂടി ഒന്ന് അരച്ച് വെച്ചു. പിന്നെ ഏട്ടൻ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏട്ടനും ഞാനും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ്. ഉച്ചത്തെ ന്യൂസൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞതിൻ്റെ ശേഷം TV ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ 2 കൂടി ഭക്ഷണം കഴിക്കുകയാണ്. മോനെ ഇതുവരെ എത്തിയിട്ടില്ല, അവനിനി വരുമ്പോഴേക്കും സമയമാവും.
അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. രാവിലത്തെ ഒഴികെ ഉച്ച വരേക്കുള്ള ഞങ്ങളുടെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ബാക്കി വിശേഷങ്ങളൊക്കെയായി അടുത്ത വീഡിയോയിൽ കാണാം.